പക്ഷെ ഞാൻ പോകുന്നു, അവളുടെ നിർബന്ധപ്രകാരമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഇവിടെ വന്ന് എടുത്തിട്ടും എൻ്റെ ആകുലത, ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ആകുലത മുഴുവൻ സിയോയ്സ് വരാവോ, ഇനി അത് നാണം കെടാവോ, മനുഷ്യരുടെ മുന്നിൽ നാണം കെടാവോ എന്നൊക്കെയാണ് എൻ്റെ ചിന്തകൾ. ഞാൻ ഇവിടുന്ന് വണ്ടി കയറിയിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് ഞങ്ങൾ ചെല്ലുന്നത് 4:22 6:22 ഇപ്പം മോളുടെ ഫോണിൽ മെസ്സേജ് വന്നേക്കാ, നിന്റെ COS പേപ്പർ റെഡിയാണ്, നീ ക്യാഷ് റെഡിയാക്കിക്കോളാൻ പറഞ്ഞു. അപ്പം പിന്നെ ഞങ്ങൾ ക്യാഷിനുള്ള ഓട്ടപ്പാച്ചിലായി. ക്യാഷിന് എൻ്റെ കയ്യിൽ ആകെ ഞാൻ കുത്തൊരു കൂട്ടിയിട്ടൊക്കെ ഒരു 5 ലക്ഷം രൂപയൊക്കെ ഒപ്പിച്ച്, കറക്റ്റ് 12 ലക്ഷം രൂപ വേണമായിരുന്നു. ബാക്കി പൈസ എനിക്ക് പോരാ. അപ്പം ഞാൻ സൊസൈറ്റിയിൽ ഒരുപാട് പ്രാവശ്യം ഞാനും എൻ്റെ മോനും ഹസ്ബൻഡൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങി. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞത് 4 സെൻറ്റ് സ്ഥലത്തിലൊരു വീടുണ്ട്, ശരിക്കും വഴി പോലും ഇല്ല, നിങ്ങൾക്ക് എങ്ങനെ ലോൺ തരണേന്ന് വെച്ചു. ആ സാറ് ഒരുപാട് ഞങ്ങൾ ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചു. കുറേ പേരുടെ മുന്നിൽ നാണും നെറിയും കിട്ടു, പക്ഷെ അവർ പൈസയൊന്നും തന്നില്ല. അപ്പം എനിക്ക് വിഷമമായി. അപ്പം എൻ്റെ മോൻ എന്നോട് പറഞ്ഞു, അമ്മച്ചി ഇത്ര ആക്കിയ ദൈവത്തിനറിയാത്, പിന്നെ എന്തിനാ അത്, അവളുടെ സമയമാകുമ്പോൾ ദൈവം എല്ലാം അടുപ്പിച്ച് തരും, അമ്മ ശക്തമായിട്ടിരിക്കും, ധൈര്യമായിട്ടിരിക്കും. അപ്പം ഞാൻ വീണ് പോകുന്നു കാണുമ്പോൾ എൻ്റെ മക്കൾ എനിക്ക് അത്രയ്ക്ക് സപ്പോർട്ടായിരുന്നു. അപ്പം ഹസ്ബൻഡിനാണെങ്കിൽ ചെറിയ കാര്യം വരുമ്പോൾ എനിക്ക് ടെൻഷനാണ്. അപ്പം ഞാൻ പകുതി കാര്യങ്ങൾ എൻ്റെ ടെൻഷനൊന്നും പുള്ളിയുടെ അടുത്ത് അങ്ങനെ പറയത്തില്ല, പുള്ളിക്ക് വിഷമമാണ്. അത് കാരണം ഞാൻ തന്നെ സ്വയം ഉരുകി തീരാറാണ് പതിവ്. അത്